ഇവിടെ കൃഷ്ണകുമാർ വരുന്നു. അദ്ദേഹം ചിലയിടത്ത് പോകുമ്പോൾ ചില പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്നു. അദ്ദേഹം അങ്ങ് പറഞ്ഞതുപോലെ ഈ തീരദേശ മേഖലയിലൊക്കെ ഇറങ്ങിച്ചെന്ന് പരമാവധി ആളുകളിലേക്ക് ചെല്ലാനുള്ള ശ്രമം നടത്തുന്നു. പക്ഷെ ഇവിടെ ഒരു ഡയറക്റ്റ് ഫൈറ്റിന്റെ അന്തരീക്ഷമുണ്ടോ? ഇത് ഞങ്ങളുമായി NDAയുമായിട്ടുള്ള ഡയറക്റ്റ് ഫൈറ്റ്. അവർ രണ്ടും ഒന്നാണല്ലോ. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നു. വികസനത്തിന്റെ കാര്യത്തിൽ ഇവർ നമ്മളെ ചർച്ച കണ്ടില്ലേ? പക്ഷെ ദേശീയ അടിസ്ഥാനത്തിൽ ഇവരുടെ നിലപാടെന്താ? ഇവർ രണ്ടും ഒരേ മുന്നണിയുടെ ഭാഗമാണ്. ഇവരാരെയാ പ്രധാനമന്ത്രിയാക്കാൻ ആഗ്രഹിക്കുന്നത്? നേരത്തെ ഇവിടുന്ന് പ്രേക്ഷകർ ശ്രീ ജ്യോതികുമാർ ചമ്മക്കാരോട് ചോദിക്കണം, കൈ വിടർന്നാൽ താമരയാകുന്ന അങ്ങനെ ഞാനൊരു യഥാർത്ഥ വിഷയത്തിലേക്ക് വരട്ടെ. ഞാൻ ശ്രീ ജ്യോതികുമാർ ഒരു വികസന രേഖയൊക്കെ കാണിച്ചു. അത് എത്ര പേരിൽ കിട്ടിയിട്ടുണ്ടെന്ന് പറയാൻ എനിക്കറിയില്ല. അങ്ങനെ വർത്താനം പറയല്ല, അങ്ങനെ ഭീഷണിയൊന്നും എടുത്തരുത്. ആകെ കൈവച്ചിരുന്നാൽ മതി. അങ്ങനെ ഭീഷണിയൊക്കെ കൈവച്ചിരുന്നാൽ മതി. അതാര് അങ്ങനെ ഭീഷണിയൊക്കെ കൈവച്ചിരുന്നാൽ മതി. അതൊക്കെ കൈരിക്കത്തേ ഉള്ളൂ. അതൊക്കെ കൈരിക്കത്തേ ഉള്ളൂ. അതൊക്കെ കൈരിക്കത്തേ അതൊക്കെ കൈവച്ചിരുന്നാൽ മതി. അതൊക്കെ കൈവച്ചേരെ. അങ്ങനെ ഭീഷണിയൊക്കെ കൈവച്ചിരുന്നാൽ മതി. അതൊക്കെ കുറെ കണ്ട നമ്മള്. ആ ഭീഷണിയൊക്കെ കൈവച്ചേരെ. അത് ഇങ്ങോട്ട് ഇറക്കണ്ട. ഒരു മിനിറ്റ്, നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചാലേ കിട്ടില്ല. ഇങ്ങനെ സംസാരിച്ച അല്ലല്ല, ഒരു മിനിറ്റ് അവിടെ പോയി. തർക്കിക്കല്ല, അപേക്ഷയാണ്. ഒരു വലിയ ക്രൗഡിന്റെ ഇടയ്ക്ക് വന്നൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ചില സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാക്കാം. അതുകൊണ്ട് ദയവേത് നമുക്ക് നന്നായി പോവാം. ഓക്കെ, നമുക്ക് നന്നായി പോവാം. ശ്രീ ഗോപകുമാറിന്റെ അവസരമാണ്, അദ്ദേഹം സംസാരിക്കാം. ഓക്കെ, നമുക്കൊരു പ്രശ്നമില്ലാതെ പോവാം. ശരി. പാനൂർ ബോംബ് സ്ഫോടനത്തിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് ഈ ബഹളമൊക്കെ കാണുമ്പോൾ. ഇതിപ്പോൾ കൊല്ലത്തും അതിന്റെ ബോംബ് സ്ഫോടനമൊക്കെ തുടക്കം ഉണ്ടോ എന്ന് സംശയമുണ്ട് ഈ ബഹളമൊക്കെ കാണുമ്പോൾ. അത് സംസ്ഥാനം ഒട്ടുക്ക് ബോംബ് സ്ഫോടനത്തിനും ഒരു തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനും ഒരു ജനാധിപത്യ സംവിധാനത്തെ ഇല്ലാതാക്കാനും ഒക്കെ ഉള്ള പരിശ്രമമാണ് നടക്കുന്നത്. ഞാൻ പറയാം സാർ, എന്തായി കാണിക്കുന്നേ? എന്താ കാണിക്കുന്നത്? ഇത് മുടക്കാന്നുള്ള ഒരു മിനിറ്റ് സാർ ഇവിടെ ഇരിക്കുന്നല്ലേ? ഒരു മിനിറ്റ് ചേട്ടന്റെ നേതാവാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തെ വിശ്വാസമല്ലേ? ചേട്ടന്റെ നേതാവിന് സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തെ വിശ്വാസമല്ലേ? അദ്ദേഹത്തിന് മറുപടി പറയാൻ അറിയില്ലേ? നിങ്ങളുടെ സപ്പോർട്ട് എന്തിനാ? അല്ലല്ല, അവർ സംസാരിച്ചോളും. ശ്രീ NK പ്രേമചന്ദ്രൻ 96-ലാണ് ആദ്യമായി കൊല്ലം ലോകസഭാംഗമായി തിരഞ്ഞെടുക്കുന്നത്. പിന്നീട് 98-ൽ തിരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നീടും അദ്ദേഹത്തെ 2 പ്രാവശ്യം ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 96 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ ലോകസഭാ MP, രാജ്യസഭാ MP, സംസ്ഥാന മന്ത്രി ഈ തലങ്ങളിൽ നിന്നുകൊണ്ട് കൊല്ലത്തിന് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു വികസന പദ്ധതിയെക്കുറിച്ച് പറയാമോ? 2014-24 11,000 കോടി രൂപയുടെ വികസന പ്രവർത്തനം എന്നാണ് പറയുന്നത്. ശ്രീ പ്രേമചന്ദ്രൻ ചെയ്യുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ PR വർക്കാണ് ചെയ്യുന്നത്. അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നതെല്ലാം നരേന്ദ്രമോദി സർക്കാർ ദേശീയ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ. അതാണ് ശ്രീ അരുൺ സൂചിപ്പിച്ചത്. കേരളത്തിൽ ദേശീയപാതയുടെ വികസനം 2014 മുമ്പ് നടന്നിട്ടുണ്ടോ? ദേശീയപാതയുടെ വികസനം കൊല്ലം ബൈപ്പാസ് എന്നാ തുറന്നു കൊടുത്തത്. ഈ രാജ്യത്ത് ദേശീയ അടിസ്ഥാനത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശ്രീ അരുൺ ഉൾപ്പെടെ പറയുക, ദേശീയപാതയുടെ വികസനം ഒരു ഇച്ഛാശക്തിയോടുകൂടി ഒരു ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനം. 14-ന് മുമ്പ് ഈ രാജ്യത്ത് ഒരു ദിവസം 12 കിലോമീറ്ററാണ് ദേശീയപാതയുടെ നിർമ്മാണം നടത്തിയിട്ടുള്ളതെങ്കിൽ 14-ന് ശേഷം ഈ രാജ്യത്ത് 32 കിലോമീറ്റർ ദേശീയപാതയുടെ വികസനം നടക്കുന്നുണ്ട്. 2 ചാത്തന്നൂർ പരവൂർ പാരിപ്പള്ളി റോഡ് 22 കോടി രൂപ ചെലവഴിച്ച് ആ റോഡ് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഒരു ഗ്രാമീണ റോഡ് മാറ്റി. എന്താ കാര്യം? പ്രേമചന്ദ്രൻ ശുപാർശയുണ്ട, സംസ്ഥാന ഗവൺമെന്റ് ശുപാർശയുണ്ട. BJP 2ാം സ്ഥാനത്ത് വന്ന നിയമസഭാ മണ്ഡലമാണ് 2016-ലും 2021-ലും. അവിടുത്തെ ജനങ്ങളോട് പ്രതിബദ്ധത കാണിക്കണം. ഞങ്ങളടക്കമുള്ളവർ അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഞാൻ അടക്കമുള്ളവർ കൊടുത്ത നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊല്ലം ലോകസഭാ മണ്ഡലത്തില് ചാത്തന്നൂർ പരവൂർ പാരിപ്പള്ളി റോഡ് ആ തരത്തിലേക്ക് മാറ്റിയത്.